ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് നല്ല നാടൻ രീതിയിലുള്ള തേങ്ങ അരച്ച മീൻകറി തയ്യാറാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അയലമീനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ കറിയിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. അപ്പൊ 1 കപ്പ് തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടിയും 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 3/4 ടീസ്പൂണ് മഞ്ഞളും പിന്നെ ഒരു 3 ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇത് വറുത്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പൊ തേങ്ങ നല്ലതുപോലെ തന്നെ വറവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ മൺചട്ടിയാണ് ഞാൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. മൺചട്ടിയിൽ മീൻകറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പൊ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഉലുവ 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇവ ചതച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് ചതക്കണ്ട, ചെറുതായിട്ടൊന്ന് ചതഞ്ഞാ മതി. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതില് അടിയിൽ പിടിക്കാത്ത വിധം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതിലേക്ക് നടുകെ കീറിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് പുളിവെള്ളമൊക്കെ ഒന്ന് പറഞ്ഞതിന് ശേഷം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊഴിച്ച് കൊടുക്കുക. ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. അപ്പൊ നമ്മളെ കറി നല്ലതുപോലെ തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പൊ നമ്മളെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. മീനൊക്കെ നല്ലതുപോലെ തന്നെ വേവായിട്ടുണ്ട്. ഇത് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചീരുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടാണ് അതൊന്ന് താളിച്ചെടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് ഒക്കെ എഴുതി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.